നോ ദൈസെൽഫ്, സ്വയം തിരിച്ചറിയുക, ഭാഗം 2. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളെ ആളുകൾ ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങൾ എക്കാലവും ജീവിച്ചിരിക്കണം. അതായത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓൺട്രപ്രനറെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മരണമില്ല. അദ്ദേഹം ഒരു ബ്രാൻഡാണ്, ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് ബ്രാൻഡാണ്. ആ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യലുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എവർഗ്രീനാണ്. ഒരു കാലത്തും അദ്ദേഹത്തിന് മരണമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മരണമില്ലാത്തൊരു വ്യക്തിയായി ആളുകൾ നിങ്ങളെ ജീവിതകാലത്തേക്ക് ഓർത്തിരിക്കണമെങ്കിൽ, തലമുറകളോളം നിങ്ങളെ ഓർത്തിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. ഒരു ബിസിനസ് മാൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ട്രൂ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പഠിച്ച വ്യക്തിയാണ് ഒരു ബിസിനസ് ഓണർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ ആളുകൾ ഓർത്തിരിക്കണമെങ്കിൽ യു ഹാവ് ടു ഐഡൻറ്റിഫൈ യുവർ ട്രൂ പൊട്ടൻഷ്യൽ, യു ഹാവ് ടു ഐഡൻറ്റിഫൈ യുവർ അൺലിമിറ്റഡ് ബ്രാൻഡിങ്, യു ഹാവ് ടു ഐഡൻറ്റിഫൈ യുവർ അൺലിമിറ്റഡ് ലൈഫ്. അൺലിമിറ്റഡ് ലൈഫ് ഉണ്ടാവണമെങ്കിൽ യു ഹാവ് ടു ബി എ മാൻ വിത്ത് എ വിഷൻ ഉള്ളൊരു ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ആളുകൾക്കൊരു ലൈഫ് ലെസൺ ആയിരിക്കും. നിങ്ങളെ എക്കാലത്തും ആളുകൾ ഓർക്കും. അപ്പം അങ്ങനെ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയായി മാറണമെങ്കിൽ യു ഹാവ് ടു ബി an unlimited person, you have to be an unlimited human being, you have to find your true potential. ജീവിത വിജയത്തിന് 2 വഴികളാണുള്ളത്. ഒന്ന്, ഒരു വലിയ സിസ്റ്റമായി മാറുക, അല്ലെങ്കിൽ ഒരു വലിയ സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കുക. അപ്പം ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ കണ്ടെത്തിക്കൊണ്ട് ഒരു വലിയ സിസ്റ്റമായി മാറിയാൽ അദ്ദേഹത്തിന് എക്കാലത്തും വലിയൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് കഴിയും. ഇനി അത് സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം നമ്പർ 1 ആവണ്ട. നമ്പർ 1 ആയിട്ടുള്ളൊരു വ്യക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ 2 ആയിട്ടോ അല്ലെങ്കിൽ നമ്പർ 3 പേഴ്സൺ ആയിട്ടോ പാഠങ്ങൾ പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിസ്റ്റമായി മാറുക. യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് പരിശ്രമത്തിലാണ്, ലഭിക്കുന്നതിലല്ല. അതായത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലാണ്, ആ പ്രോസസ്സിലാണ്. ആ പ്രോസസ്സ് എന്ന് പറയുന്ന അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. ടു ബെറ്റർ ദ പ്രോസസ്സ്. ആ പ്രോസസ്സ് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം പ്രോസസ്സ് ബെറ്റർ ആക്കുക, ആ പ്രോസസ്സ് ബെറ്റർ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഡോണ്ട് തിങ്ക് അബൌട്ട് ദ റിസൾട്ട്, ജസ്റ്റ് ഫോക്കസ് ഓൺലി ഓൺ ദ പ്രോസസ്സ്. ലോകത്തിലെ 1% മലയാളികൾ മാത്രമേ ബിസിനസ് ഓണേഴ്സ് ഉള്ളൂ. എന്നാൽ ലോകത്തിലുള്ള 99% മലയാളികളുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്നത് ഈ 1% ആളുകളാണ്. അതായത് ലോകത്തിലെ 1% മലയാളികൾ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ളവർ ആണ് ലോകത്തിലെ മറ്റ് 99% മലയാളികളുടെ ലൈഫിൽ വെളിച്ചം നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ഓണറായി മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുക എന്നതാണ് ഒരു ബിസിനസ് ഓണറുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ ആ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി മാറുവാനായിട്ട് ഒരു ബിസിനസ് ഓണർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ബിസിനസ് ഓണറായി മാറുവാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 2025 കറൻസി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഫീഡ്ബാക്കാണ്. അതായത് ഹൈ ക്വാളിറ്റി ഫീഡ്ബാക്ക് എന്ന ഒരു കറൻസി ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിലുള്ള ബില്യനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് ഈ ഹൈ ക്വാളിറ്റി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? നമ്മളൊരു സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ബിസിനസ് ഓണർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അത് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്കിൽ നിന്ന് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ആ മാർക്കറ്റിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ കോണ്ടന്റ്, നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അത് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസിൽ നിന്ന് ലഭിക്കുന്ന ഹൈ ക്വാളിറ്റി ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതേ മാർക്കറ്റിൽ വീണ്ടും നമ്മൾ ആ പ്രോഡക്റ്റിനെ ബെറ്റർ ആക്കുക. അപ്പം ഹൈ ക്വാളിറ്റി ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ആ ഒരു കറൻസി ഉപയോഗിച്ചാൽ മാത്രം എന്താ സാധിക്കുന്നത്?
നമുക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സോ സർവീസോ കോണ്ടന്റോ നമുക്ക് സൊസൈറ്റിയിലേക്ക് കൊടുക്കുവാനായിട്ട് കഴിയും. നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പ്രോഡക്റ്റോ സർവീസിൽ നിന്ന് ലഭിക്കുന്ന ക്വാളിറ്റി ഫീഡ്ബാക്ക് മാത്രം മതി നമ്മുടെ പ്രോഡക്റ്റും സർവീസും ബെറ്റർ ആക്കുവാൻ. അപ്പം അതിൽ നിന്ന് പാഠം പഠിച്ച ശേഷം നമ്മൾ ക്വാളിറ്റി പ്രോഡക്ട്സ് വീണ്ടും മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ലഭിക്കും. അപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് നൽകുന്ന ക്വാളിറ്റി ഫീഡ്ബാക്ക് ആയിരിക്കണം നമ്മളുടെ എനർജി എന്ന് പറയുന്നത്, അതായിരിക്കണം നമ്മുടെ ഫയർ എന്ന് പറയുന്നത്. അപ്പം ക്വാളിറ്റി ഫീഡ്ബാക്ക് പ്രോഡക്ട്സിനോ സർവീസിനോ ലഭിച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റും സർവീസും കോണ്ടന്റും നമുക്ക് ബെറ്റർ ആക്കാൻ കഴിയും. അപ്പം ആ ഫീഡ്ബാക്ക് ലൂപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഫോക്കസ് ഓൺലി ഓൺ ക്വാളിറ്റി ഫീഡ്ബാക്ക്. പേഴ്സണൽ ഗ്രോത്തിന്റെയും ബ്രാൻഡ് ബിൽഡിങ്ങിന്റെയും ലാംഗ്വേജ് എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. അതായത് 2025 ബിസിനസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. നിങ്ങളൊരു പ്രോഡക്റ്റോ സർവീസോ കോണ്ടന്റോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ലാംഗ്വേജ്. ആ ഭാഷ എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ കോണ്ടന്റ് കൊടുക്കുമ്പോൾ ആ ഒരു മാർക്കറ്റ് പ്ലേസിൽ അവർ എത്രമാത്രം എൻഗേജ്ഡ് ആകുന്നു അതിനെ അനുസരിച്ചാണ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും നമ്മുടെ ബ്രാൻഡ് ബിൽഡിങ്ങും ഇരിക്കുന്നത്. അപ്പം എന്താ ഒരു ബിസിനസ് ഓണർ ശ്രദ്ധിക്കേണ്ടത്? അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ടത് ഹൗ ക്യാൻ ഐ എൻഗേജ് മൈ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്യാം, എൻ്റെ ക്ലയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്യാം, എൻ്റെ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിനെ എങ്ങനെ എൻഗേജ് ചെയ്യും. അപ്പം പഠിക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് എന്താണ്? എൻഗേജ്മെൻറ്റ്. എങ്ങനെ ആ കസ്റ്റമറെ ആ എൻഗേജ്മെൻറ്റ് ലൂപ്പിൽ കൊണ്ടുവരാം, ആ ലൂപ്പിൽ വീണ്ടും അവരെ പോസിബിൾ കസ്റ്റമേഴ്സ് ആക്കുക, ആ ലൂപ്പിൽ ഇരുത്തിക്കൊണ്ട് അവരെ വീണ്ടും വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സായിട്ടും നമ്മുടെ ബ്രാൻഡിൻ്റെ മൗത്ത് പബ്ലിസിറ്റിയും അവർ ചെയ്തുകൊള്ളും. അപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുവാണെങ്കിൽ, ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രോത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഭാഷ, ആ മാർക്കറ്റ് പ്ലേസിലെ ഭാഷ എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് മാത്രമാണ്. എത്രമാത്രം എൻഗേജ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരുന്നു അത്രമാത്രം ഗ്രോത്ത് നമ്മൾ ഉണ്ടാകുന്നു. നമ്മളെപ്പറ്റി ആളുകൾ സംസാരിക്കുന്നു, നമ്മളെ ആളുകൾ റെഫർ ചെയ്യുന്നു, നമ്മളെ ആ ആളുകളുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സോ എൻഗേജ്മെൻറ്റ് ഈസ് ദ ലാംഗ്വേജ്. സോ ഫോക്കസ് ഓൺ ദി ലാംഗ്വേജ് ഓഫ് എൻഗേജ്മെൻറ്റ്. ഒരു സക്സസ്ഫുൾ ബിസിനസ് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ത്രൂ ദ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. എന്താണ് ഈ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എനർജിയുടെ ട്രാൻസ്ഫറിങ് ആണ്. ട്രാൻസ്ഫറിങ് എനർജി. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? 3 സ്റ്റെപ്സിലൂടെ മാത്രമേ ഈ ട്രാൻസ്മ്യൂട്ടേഷൻ നടക്കുകയുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സബ്മിഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൺഡിസ്ട്രാക്റ്റഡ് ഡിവോഷൻ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഒബീഡിയൻസ്. ഈ 3 പാഠങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹം അസെൻഷൻ സ്റ്റേജിലോട്ടും എൻലൈറ്റ്മെൻറ്റ് സ്റ്റേജിലോട്ടും എത്തും. അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ 3 സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഏതൊക്കെയാണ്? കംപ്ലീറ്റ് സബ്മിഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ആ നിയമങ്ങൾക്ക് വിധേയമാക്കണം. രണ്ടാമത്തെ കാര്യമാണ് അൺഡിസ്ട്രാക്റ്റഡ് ഡിവോഷൻ. അദ്ദേഹത്തിന് ആ ചെയ്യുന്ന പ്രവൃത്തിയോട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനോട് ഡിവോഷൻ അല്ലെങ്കിൽ പ്രതിബദ്ധത ഉണ്ടാവണം, അദ്ദേഹത്തിന് പരിപൂർണമായ സമർപ്പണം ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഒബീഡിയൻസ് ആണ്. അതായത് കൃത്യമായിട്ട് ആ നിയമങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ നിയമങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് പരിപൂർണമായിട്ട് വിധേയനാകാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് മാത്രം നമ്മൾ കണ്ടാൽ മതി. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ട്രാൻസ്മ്യൂട്ട് യുവർ എനർജി ഇൻ ടു 3 തിങ്സ്: കംപ്ലീറ്റ് സബ്മിഷൻ, അൺഡിസ്ട്രാക്റ്റഡ് ഡിവോഷൻ, അബ്സല്യൂട്ട് ഒബീഡിയൻസ് ടു ദ ലോ. നിങ്ങളാകുന്ന ബിസിനസിന്റെ നിയമങ്ങൾ അല്ലെ ബിസിനസിന്റെ കോർ വാല്യൂസിനോട് സബ്മിഷൻ ചെയ്യുക, ഡിവോഷൻ ഉണ്ടായിരിക്കണം, കൂടാതെ ഒബീഡിയൻ്റ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ യു ആർ ഗോയിങ് ടു ഹാവ് എ റോക്കറ്റ് ഗ്രോത്ത്. അറിവിൻ്റെ വിത്തിരിക്കുന്നത് പ്രകൃതിയിലാണ്, അറിവിലല്ല. അതായത് പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചു മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ആ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയനാകുകയാണെങ്കിൽ, അതിന് വിട്ടുവീഴ്ചയില്ലാതെ അതിന് വിധേയപ്പെട്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ആ വിജയം ഇരിക്കുന്നത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് മാത്രം നിയന്ത്രിക്കുക.
നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോവരുത്. യു ക്യാൻ ഓൺലി കൺട്രോൾ ദാറ്റ് യു ക്യാൻ കൺട്രോൾ. അപ്പം നിയന്ത്രിക്കാൻ പറ്റുന്നവ മാത്രം ശ്രദ്ധിക്കുക, നിയന്ത്രിക്കാൻ പറ്റാത്തവയെ അതിൻ്റെ വഴിക്ക് വിടുക. അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് അതിൻ്റെ പ്രോസസ്സ് മാത്രമാണ്, പ്രക്രിയ മാത്രമാണ്. ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ആ അറിവിൻ്റെ വിത്ത് പ്രകൃതിയിലാണ് ഇരിക്കുന്നത്, വെറും അറിവിലല്ല. അപ്പം പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന അറിവിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ഹി വിൽ ബി ഹാവിങ് അൺലിമിറ്റഡ് ഗ്രോത്ത്. അപ്പം എവിടെയാണ് അറിവിരിക്കുന്നത്? അറിവിൻ്റെ വിത്തിരിക്കുന്നത് പ്രകൃതിയിലാണ്. പ്രകൃതിയെ പഠിക്കുക, പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രം പാലിക്കുക. ഒരു ബിസിനസ് ഓണർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നില എന്ന് പറയുന്നത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളുടെ ഫലമാണ്. കാലഘട്ടം അനുസരിച്ച് എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ബൈ പ്രോഡക്റ്റ് ആണ് ഇന്ന് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് ആ വ്യക്തി കറൻലി എന്തായി എന്നുള്ളത്. അപ്പം നമ്മുടെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ റിസൾട്ടും ചേഞ്ച് ആകുന്നത്. നമുക്ക് നമ്മുടെ തീരുമാനത്തിൻ്റെ കൺട്രോളുണ്ട്. ആ തീരുമാനങ്ങൾ കൃത്യമായിട്ട് ബോധത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, നമ്മൾ ബോധത്തോടു കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ റിസൾട്ടും അതനുസരിച്ചുണ്ടാവും. അപ്പോൾ തീരുമാനങ്ങൾ ബെറ്റർ ആക്കിയാൽ റിസൾട്ടും ബെറ്റർ ആവും. കറണ്ട് പൊസിഷൻ എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഫലമാണ്. അപ്പോൾ തീരുമാനങ്ങളെ ബെറ്റർ ആക്കിയാൽ ഫലവും ബെറ്റർ ആവും. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യുവർ ഡിസിഷൻസ് ആർ കൺട്രോൾഡ് ബൈ യുവർ തോട്ട്സ്, നോട്ട് ബൈ ദ ഔട്ട്സൈഡ്. നിങ്ങൾ ഇന്നലകളിൽ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന പൊസിഷൻ. അപ്പം നിങ്ങളുടെ പൊസിഷൻ ബെറ്റർ ആവണമെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളും ബെറ്റർ ആവും. പഠിപ്പിക്കും തോറും നിങ്ങൾ പഠിക്കുവാണ്. സോ ബിക്കം എ ടീച്ചർ. ഓരോ വ്യക്തിയും ഒരു അധ്യാപകനാണ്. നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയുകയാണ്. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫോക്കസ് ഓൺ ടീച്ചിങ് അതേഴ്സ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിലൊരു റിവിഷൻ എടുക്കുകയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അറിവ് എത്തുകയാണ്. നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, നിങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവർക്കൊരു അധ്യാപകനായി മാറുക. അവർക്ക് നിങ്ങൾ നേടിയിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊരു വെളിച്ചമാകുക. അപ്പം ഒരു അധ്യാപകൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പുതിയ അറിവുകൾ എത്തിച്ചേരും. അപ്പം ഒരു ബിസിനസ് ഓണർ എന്ന് പറയുന്നത് ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ഒരു ഗുരുവിൻ്റെ സ്ഥാനിയായിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് താൻ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആൽക്കമിസ്റ്റ് നിങ്ങളാണ്. ആൽക്കമിസ്റ്റ് എന്താ ചെയ്യുന്നത്? അതായത് ഒരു ബേസ് മെറ്റലിനെ ഒരു ഗോൾഡിലോട്ട് ട്രാൻസ്മ്യൂട്ട് ചെയ്യുവാണ്. അതായത് സഫറിങ്ങിൽ നിന്ന് കോൺഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഡിസാസ്റ്ററിൽ നിന്ന് എൻലൈറ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഒരു ആൽക്കമിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്നത്. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാനായിട്ട് കഴിയും. ഇറ്റ്സ് ലൈക്ക് എ മജീഷ്യൻ. അപ്പോൾ ഒരു ബിസിനസ് ഓണർ ആ ആൽക്കമിസ്റ്റിൻ്റെ റോൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം തൊടുന്നതെല്ലാം സ്വർണ്ണമായി മാറും, അദ്ദേഹം പറയുന്നതെല്ലാം സ്വർണ്ണ വാക്കുകളായി മാറും. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാനായിട്ട് കഴിയുന്നത് രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നൊരു ബിസിനസ് ഓണറും രണ്ടാമത് സ്പിരിച്വൽ ഗ്രോത്ത് നേടിയിട്ടുള്ള ആളുകളും. സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ അവയർനെസ് നേടിയിട്ടുള്ള ആളുകളും ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചും ഇവർ രണ്ടുപേരും ആൽക്കമിസ്റ്റാണ്, സ്വന്തം ജീവിതത്തിൻ്റെ ആൽക്കമിസ്റ്റാണ്. അതായത് ജീവിതം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള അവരെ സംബന്ധിച്ച് അവർക്ക് എന്താ കഴിയുന്നത്? ദേ ക്യാൻ ട്രാൻസ്മ്യൂട്ട് വൺ തിങ് ഇൻ ടു അനദർ. അതായത് ഒരു ബേസ് മെറ്റലിനെ ഗോൾഡാക്കി മാറ്റാൻ കഴിയും. അതായത് കഷ്ടതയെ അവർക്ക് ബോധ തലത്തിലോട്ട് എത്തിക്കാൻ കഴിയും. കഷ്ടതകളിൽ നിന്ന് സന്തോഷത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എത്തിച്ചേരുവാനുള്ള പവർ ഇരിക്കുന്നത്
ആ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളെ സംബന്ധിച്ച്, അപ്പോൾ ബിസിനസ്സുകാരൻ ഒരു ആൽക്കമിസ്റ്റാണ്. ആൽക്കമിസ്റ്റിന്റെ പവർ കൃത്യമായിട്ട് നിങ്ങൾ ട്രാൻസ്മ്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുവകകളും കോൺസെപ്റ്റ്സ് ആണ്. അപ്പം ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയ, ഈ കോൺസെപ്റ്റ് ആണ്, എല്ലാം കോൺസെപ്റ്റ് ആണെന്ന് പറയുന്ന ആ ആശയത്തെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ ബെറ്റർ ലൈഫ്. അതായത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നൊരു മെത്തഡോളജി ഉപയോഗിക്കാറുണ്ട്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും വിഷ്വലൈസേഷൻ എന്ന് തുടങ്ങിയ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഐഡിയയെ മാറ്ററാക്കുവാനായിട്ട് കഴിയും. അപ്പം ഒരു ഐഡിയയെ മാറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മജിഷ്യനാണ് ഒരു ബിസിനസ് ഓണർ എന്ന് പറയുന്നത്. അപ്പം പ്രപഞ്ചത്തിലുള്ള എന്തിനേയും അത് കോൺസെപ്റ്റ് ആക്കി മനസ്സിലാക്കി അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആശയത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെ വിഷ്വലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു കോൺസെപ്റ്റ് എടുത്ത ശേഷം ആ കോൺസെപ്റ്റിന് എന്ത് കൊടുക്കുന്നു? ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡ് കൊടുക്കുന്നു, ഒരു വിഷ്വലൈസേഷൻ അതിന് കൊടുക്കുന്നു, അത് മാർക്കറ്റ് പ്ലേസിലേക്ക് പിച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ആശയത്തെ ഒരു മാറ്ററാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എടുക്കുക, അതിന് പറ്റിയ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു മാറ്ററാക്കി ഡെവലപ്പ് ചെയ്യുക. സക്സസ് നിങ്ങളുടെ കയ്യിലാണ്. ബില്ലിനേഴ്സ് ഉപയോഗിക്കുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് കോൺഷ്യസ് തോട്ട് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. അവർക്ക് ബോധ്യപ്പെടുന്ന ചിന്തകളിൽ നിന്ന് അവർ ആക്ഷനുകളിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് എത്തിച്ച്. CT പ്ലസ് A ഈസ് ഈക്വൽ ടു M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് തോട്ടിൽ നിന്ന് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആശയത്തെ ആക്ഷനബിൾ ആക്കുമ്പോൾ എന്താണ് അവരാഗ്രഹിക്കുന്ന എന്തും അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുന്നു. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്ന അവർക്ക് എന്തും നേടുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ കോൺഷ്യസ് തോട്ടിൽ നിന്നൊരു ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് അവർക്ക് മാനിഫെസ്റ്റേഷനിലോട്ട് കടക്കാൻ കഴിയുന്നതും അതിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന എന്തും നേടാൻ കഴിയുന്നു. അപ്പം ഈ ഒരു തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുക, കോൺഷ്യസ് ആയിട്ടുള്ള ചിന്തകൾ ഡെവലപ്പ് ചെയ്യുക, അതിനൊരു ആക്ഷനബിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കുക, അതിനെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനുള്ളൊരു അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുന്നു. സോ കോൺഷ്യസ് തോട്ട് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. അത് ബില്ലിനേഴ്സിന്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അത് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഓട്ടോ ഡിഡക്റ്റ് ആണ്. സ്വയം ചിന്തിക്കാൻ കഴിവുള്ളതിനാണ് ഓട്ടോ ഡിഡക്റ്റ് എന്ന് പറയുന്നത്. പ്രപഞ്ചം ഓട്ടോ ഡിഡക്റ്റ് ആണെങ്കിൽ മനുഷ്യനും ഓട്ടോ ഡിഡക്റ്റ് തന്നെയാണ്. അതായത് ഓട്ടോ ഡിഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ടോട്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനാണ് സെൽഫ് ടോട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത്. ഒരു സെൽഫ് ടോട്ട് ആയിട്ടുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഓട്ടോ ഡിഡക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന്, അദ്ദേഹം വായിച്ച് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ കഴിയും. അപ്പോൾ ഒരു ഓട്ടോ ഡിഡക്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ടോട്ടാണ്, സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. അങ്ങനെ സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ബിസിനസ് ഓണറായി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സർവീസിൻ്റെ ഫീഡ്ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ബെറ്റർ പ്രോഡക്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നു. പ്രപഞ്ചം ഓട്ടോ ഡിഡക്റ്റ് ആണെങ്കിൽ, മനുഷ്യൻ ഓട്ടോ ഡിഡക്റ്റ് ആണെങ്കിൽ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് സെൽഫ് ടോട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം ഒരു ഓട്ടോ ഡിഡക്റ്റ് ആണ്. ഓട്ടോ ഡിഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന സർവീസ്, പ്രോഡക്റ്റ്, കോണ്ടന്റിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് അദ്ദേഹത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത്. ആ ഊർജം വെച്ച് വീണ്ടും ബെറ്റർ പ്രോഡക്ട്സോ സർവീസോ കൊടുക്കുക. അപ്പം ഓട്ടോ ഡിഡക്റ്റ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ എന്ത് സാധിക്കത്തുള്ളൂ, നിങ്ങൾക്കൊരു ബെറ്റർ ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയായി ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. സോ ഓട്ടോ ഡിഡക്റ്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ എനി അതർ എനർജി ഇൻ ദ വേൾഡ്. സോ ബിക്കം ആൻ ഓട്ടോ ഡിഡക്റ്റ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അൽഗോരിതം പോലെയാണ്. അതായത് യു ഗെറ്റ് വാട്ട് യു ആർ. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കും. നിങ്ങൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നിങ്ങളെ തേടി തേടി വരും.
ആ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം മാത്രം മനസ്സിലാക്കിയാൽ യു ക്യാൻ ബിക്കം എ പവർഫുൾ ബിസിനസ് ഓണർ. നിങ്ങൾ എന്താണ് യൂണിവേഴ്സിലേക്ക് അയക്കുന്നത്, അതിൻ്റെ ഫീഡ്ബാക്കാണ് നിങ്ങളിലേക്ക് ലഭിക്കുന്നത്. പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾ മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യപ്പെടും. ആ ഫീഡ്ബാക്കിൽ നിന്നാണ് വീണ്ടും നിങ്ങൾക്ക് ബെറ്റർ പ്രോഡക്ട്സ് ഉണ്ടാക്കുവാനും അത് മാർക്കറ്റിലേക്ക് വീണ്ടും പിച്ച് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. അപ്പം യൂട്യൂബ് അൽഗോരിതം, ഇൻസ്റ്റാഗ്രാം അൽഗോരിതം പ്രവർത്തിക്കുന്നത് മനുഷ്യ ജീവിതം പോലെയാണ്. നിങ്ങൾ എന്താണോ അതിനുള്ള ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ബെറ്റർ ആണോ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പ്രോസസ്സ് ബെറ്റർ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടും ബെറ്റർ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഫോക്കസ് ഓൺ ദ പ്രോസസ്. നിങ്ങൾ എന്താണോ കാണുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ആ ഒരു അൽഗോരിതം കൃത്യമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, നിങ്ങളൊരു പ്യുവർ പേഴ്സണായി മാറിയാൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് പ്യൂരിറ്റി. നിങ്ങൾ എന്താണോ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ 10 ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കും. നിങ്ങൾ പോസിറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് കിട്ടും. നിങ്ങൾ നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് കിട്ടും. ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. നിങ്ങൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ബിസിനസ് ഓണർ എന്ന് പറയുന്നത് ഈ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ അൽഗോരിതം. ഈ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് 10 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്കതനുസരിച്ചുള്ള റിസൾട്ടും ലഭിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ ദ അൽഗോരിതം ഓഫ് ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ദാറ്റ് ഈസ് ടു റിലേറ്റഡ് ടു ഹ്യൂമൻ ലൈഫ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിതയ്ക്കുന്നവൻ കൊയ്യും, വിതയ്ക്കുന്നതേ കൊയ്യൂ. നോ തൈസെൽഫ്, സ്വയം തിരിച്ചറിയുക ഭാഗം 2 നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.